എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. ഇന്ന് നടന്നത് യഥാർത്ഥത്തിൽ ഒരുപാട് നാടകീയതകൾ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഈ വാർത്താ സമ്മേളനത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവര് തന്നെ പൊളിയുന്നതായിട്ട് നമ്മൾ കണ്ടു. എടാ സഞ്ജയ, ഞാൻ തകർന്നടാ, എന്റെ ജീവിതം നായ നക്കി. അപ്പൊ നിന്റെ പൊങ്ങില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സ്ഥാനാർത്ഥിയുടെ സ്ക്വാഡിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു അമ്മയെ മാറ്റി നിർത്തി കയ്യിൽ പണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് കയ്യോടെ പിടിച്ച് പുറത്തുവിട്ട ഒരു ദിവസമാണ്. അല്ലെങ്കിൽ ഈ കേരളത്തിലെ വെറും കച്ചട. അല്ലെങ്കിലും ഇവളുമാരുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയാൽ ശരിയാവൂല. അമ്മ ആദ്യം പറഞ്ഞു പണം തന്നിരുന്നു, ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ അമ്മ പറഞ്ഞു. അതായത് വന്ന സ്ത്രീ ആരാണ്? ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ എന്തിനാ എന്റെ ഇടയിൽ കൂടി നിർത്തിയേക്കുന്ന? കാണുന്ന സ്ത്രീ അറിയില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീ ആരാണ്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കൻ തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. ഇതിന് പിന്നാലെ ഈ യുവതി BJP ഓഫീസിൽ ശോഭയ്ക്കും കേന്ദ്രമന്ത്രിക്കും ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളും എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? ശോഭയുടെ കാറിൽ നിന്ന് ഇവർ ഇറങ്ങുന്ന ചിത്രവും കോൺഗ്രസ് പുറത്തുവിട്ടു. ആ സ്ത്രീ എന്നോടൊപ്പമുള്ള ആളല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായി തള്ളി പറഞ്ഞെങ്കിലും ആ സ്ത്രീ ഒരു BJP പ്രവർത്തകയാണെന്നും BJP മുംബൈ കേന്ദ്രീകരിച്ച് പറയുന്ന നേതാവാണെന്നും അവരുടെ പേര് സിമി രാജീവ് നായർ എന്നുള്ളതാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ചിത്രം അടക്കം പുറത്തോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന വാർത്താ സമ്മേളനം ഉണ്ടാവുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയോ അതിലും ഭേദം ശോഭാ സുരേന്ദ്രൻ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ആ വാർത്താ സമ്മേളനം ഒഴിവായി നിൽക്കുന്നതായിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ള നൽകി ശോഭയുടെ ബുദ്ധി. അതിന് പകരം പ്രശാന്ത് ശിവനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് തന്നു. നല്ല അസലടിയാ. നിങ്ങൾക്ക് സുഹൃത്തെ, ഇത് ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ. ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് പെരണ്ട് വീണ് അതിൽ തന്നെ കിടന്ന് ഇഴഞ്ഞ ഈ പറയുന്ന എന്തോ നിഴൽ ആണ് എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യമാവണം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ അട്ടർ പരാജയമായിരുന്നു ആ വാർത്താ സമ്മേളനം. നേരത്തെ തർക്കം വേണ്ട. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. കയ്യോടെ കേസെടുക്കേണ്ട കേസാണ്. ആ കേസ് എടുക്കാതിരിക്കുന്നെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ BJP ബന്ധത്തെപ്പറ്റി BJP കോൺഗ്രസിനെയും CPM ആരോപണം അവർ കൂടുതൽ കടുപ്പിക്കും. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വിദണ്ഡവാദങ്ങളെ ഒന്നൊന്നൊന്നായി അതിന് ശക്തമായ മറുപടി കൊടുത്ത പാലക്കാട്ടെ യുവതികളായ മാധ്യമപ്രവർത്തകർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനിടെ പിരായിരി പഞ്ചായത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP പ്രവർത്തകർ സാരി വിതരണം ചെയ്തെന്ന പരാതിയുമായി ഇരു മുന്നണികളും രംഗത്തെത്തി. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ കത്തി കയ്യിലിരിക്കട്ടെ. രക്ഷപ്പെടാൻ പറ്റാതെ പോലീസുകാർ വെടിവെച്ച് കൊല്ലുന്ന ഘട്ടം വരുമ്പോ സ്വയം കുത്തിച്ചാവാനെങ്കിലും ഇത് ഉപകരിക്കും.